അതിനിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ബിസിനസ്സിന് അന്ന് ഇന്നത്തെ പോലെ യൂട്യൂബ് ഒന്നും ഇല്ല. അപ്പോൾ ബിസിനസ്സുകാരെ കുറിച്ച് പഠിക്കുക, വായിക്കുക, അതിങ്ങനെ മനസ്സിൽ കുത്തിക്കേറി അവസാനം നമുക്ക് പറയാലോ ഒരു പിന്നെ നിമിഷം എത്തും നിവർത്തിയില്ലാത്ത പറ്റത്തില്ല, ഒരു ആ ഒരു സമയത്ത് നിമിഷത്തിലായിരിക്കും വിട്ടത്, ഒരു സമയത്തെത്തിയാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പറ്റുന്നില്ല. അത് പിന്നെ സ്വന്തമായിട്ട് ചെയ്തേ പറ്റുള്ളൂ തീരുമാനിച്ചു. അപ്പൊ ഈ സമയത്തൊക്കെ മാത്യു സാർ ഫണ്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു, സേവിങ് ആയിരുന്നു? ഒരു ഫണ്ടും ഇല്ല. ഒന്നുമില്ല. അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഞാൻ ഓർത്തിരുന്നത് ഞാൻ ഈ 10 വർഷം ജോലി ചെയ്യുമ്പോൾ ഓരോ വർഷവും ഞാൻ ഇത്ര രൂപ മാറ്റും. മാറ്റിവെച്ച് അവസാനം ഞാൻ ഇതൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങും എന്നൊക്കെ ധരിച്ചാണ് ഞാൻ കുറെ നാൾ അങ്ങനെ ജീവിച്ചത്. പക്ഷെ അപ്പോഴെനിക്ക് മനസ്സിലായി എന്റെ ജീവിത നിലവാരത്തിനും എന്റെ വീട്ടിലെ സാഹചര്യത്തിനും എനിക്ക് അങ്ങനെ മിച്ചം വെക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ മിച്ചം വെച്ചിട്ട് ഇറങ്ങാൻ എനിക്ക് ചാച്ചൻ, അമ്മച്ചി, ഞങ്ങൾ 4 മക്കൾ. ഞങ്ങൾ മൂത്ത 3 പേര് ആണുങ്ങൾ, ഇളയതൊരു പെങ്ങള്. അപ്പം ഇത്രയും നാള് വർക്ക് ചെയ്ത് ഇപ്പൊ പൈസയൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുകയായിരിക്കും അല്ലേ, എല്ലാം ഫുൾ സേവ് ചെയ്ത് ഇങ്ങനെ ബിസിനസ് എപ്പോഴെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ട്. അങ്ങനെ ആയിരുന്നോ ആക്ച്വലി? എന്റെ മനസ്സ് വായിച്ച പോലെ ഉണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്തത്. പക്ഷേ